എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സത്യദാസിൻ്റെ അടുത്ത് നിൽക്കുന്ന ഭൂമിയാണ് നമ്മൾ കാണുന്നത്. അച്യുതൻ്റെ പെട്ടെന്നുള്ള ഇടപെടലിൽ എല്ലാവരും തന്നെ സത്യം തിരിച്ചറിയുന്നു. അങ്ങനെ ഭൂമി മറ്റാരുടെയുമല്ല സത്യദാസിൻ്റെ നഷ്ടപ്പെട്ട മകളാണെന്ന് അവരെല്ലാവരും മനസ്സിലാക്കുന്നു. ഇത്രയും നാൾ അടുത്തുണ്ടായിട്ടും തങ്ങൾ ഇരുവരും തിരിച്ചറിഞ്ഞില്ലോ എന്ന വിഷമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കരഞ്ഞു തീർക്കുകയാണ് ഭൂമിയും സത്യദാസും. അതിനുശേഷം സത്യദാസിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് ഭൂമിയെ അവളുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു മടക്കിക്കൊണ്ടുപോകുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആകെ അസ്വസ്ഥനാണ് അച്യുതൻ. ഇത്രയും നാൾ തന്നിൽ നിന്ന് സത്യം മറച്ചു വെച്ചതിൻ്റെ ദേഷ്യത്തിൽ സത്യദാസ് സാറിൻ്റെ സ്റ്റേജിലേക്ക് കയറി വന്ന് അച്യുതൻ്റെ കർണത്ത് ആഞ്ഞടിക്കുന്നു. ആ അടിയോടുകൂടിയാണ് അച്യുതൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. ഇത്രയും നേരം താൻ കണ്ടതെല്ലാം വെറും സ്വപ്നം മാത്രമാണെന്ന് അങ്ങനെ അച്യുതൻ തിരിച്ചറിയുന്നു. അച്യുതൻ്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടെന്നോണം ഭവാനി ഇപ്പോൾ കമാലിനെ കാണാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കമാൽ അവരുടെ ആവശ്യപ്രകാരം കാണാനായിട്ട് എത്തിയിരിക്കുന്നു. ഭവാനി ഇപ്പോൾ കമാലിനെ നേർക്കാണ് തട്ടിക്കയറുന്നത്. എന്തൊരു വിട്ടിയാത്താൻ, രണ്ടെണ്ണത്തിന് തീർക്കാൻ പറഞ്ഞിട്ട് ഇതിപ്പോൾ എത്ര നാളായെന്നാ ഭവാനി ചോദിക്കുന്നത്. ഇന്നത്തെ അവരുടെ ഫാദേഴ്സ് ഡേ സെലിബ്രേഷന് എന്തിനാണ് സൗഭാഗ്യപുരത്തെ എല്ലാവരെയും ക്ഷണിച്ചതെന്ന് ഭവാനി ഇപ്പോൾ ചോദിക്കുന്നു. അതും സത്യദാസിനെ മാത്രം പ്രത്യേകം ക്ഷണിച്ചത് എന്തിനാണ്? ഭൂമിയെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെങ്ങാനും ഈ അടുത്തായിട്ട് തന്നെ താമസിക്കുമോ? ഇവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് പോവില്ലേ? അതിൽ നിന്ന് മനസ്സിലാക്കാം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ആ ഫംഗ്ഷനിൽ വെച്ച് തന്നെ അച്യുതൻ കാര്യങ്ങളെല്ലാം എല്ലാവരെയും വിളിച്ചറിയിക്കും. അതിനു മുന്നേ തന്നെ രണ്ടിനെ തീർത്ത് കളയണമെന്നാണ് കമാലിനോട് ഭവാനി പറയുന്നത്. എന്നാൽ ഇതിന് മറുപടി കമാല് ആ വീട്ടിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു, ആളൊഴിഞ്ഞ് നേരമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാമെന്നാണ് ഭവാനിയോട് പറയുന്നത്. മറുപടി ഭവാനി അങ്ങനൊന്നും മാറ്റിവെക്കാൻ പറ്റത്തില്ല, അതിനു പകരം ഇയാൾ 2 റിത്ത് മേടിച്ച് എൻ്റെ മോളുടെ ദേഹത്തോണ്ട് വെച്ചേക്ക്. ഇതേ സമയം അച്യുതൻ്റെ വീട്ടിലാകട്ടെ ആഘോഷം പൊടിപൊടിക്കുകയാണ്. എല്ലായിടത്തും അതേ ഭംഗിയോടുകൂടി തന്നെയാണ് ഭൂമി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോലീസ് സ്റ്റേഷനിലുള്ള ബാലേട്ടൻ വരുന്നുണ്ട്. ഇത് കണ്ടപാടെ ഭൂമിയുടെ അമ്മ പറയുന്നുണ്ട്, ബാലൻ സാർ എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കൂടി നിന്നവരെല്ലാം ഭൂമിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും കേസിൻ്റെ ക്ലൂ കിട്ടാൻ വേണ്ടി ഇപ്പോൾ വന്നതായിരിക്കും. അവർ പറഞ്ഞതിനെ ശരി വെച്ചിട്ടെന്നോണം ബാലേട്ടൻ ഭൂമിയോടെ മാറി നിന്ന് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ അങ്ങനെ മാറി നിന്ന് സംസാരിക്കവേ തന്നെ അങ്ങോട്ടേക്ക് അജയ് വരുന്നുണ്ട്. കാറിൽ നിന്നിറങ്ങി ഭൂമിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അജയ് ഭൂമിയോടെ പറയുന്നു, എനിക്കെന്തായാലും ഇന്ന് 1 മണിക്കൊന്നും എത്താൻ പറ്റത്തില്ല. കേൾക്കുന്ന ഭൂമി അങ്ങനെ നിർബന്ധമൊന്നുമില്ല, കൃത്യസമയത്ത് വരണമെന്ന്, എപ്പോഴെങ്കിലും സാർ വന്നാൽ മതിയെന്നാണ് അജയോടെ പറയുന്നത്. ഭൂമി വിജയ് സംസാരിക്കുന്നത് അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് അച്യുതനും ഭാര്യയും. അച്യുതനോടായി ഭാര്യ പറയുന്നു, ഭാര്യയോടായി അച്യുതൻ പറയുന്നു, എന്തൊരു ചേർച്ചയല്ലേ അവർ തമ്മിൽ. ഇതിന് മറുപടിയായെന്നോണം എൻ്റെ മോൾ അത്രയ്ക്ക് സുന്ദരിയാ, ആരോട് നിന്നാലും അവൾക്ക് നല്ല ഭംഗിയുണ്ടെന്നാണ് മറുപടി. ഇതൊക്കെയായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ തന്നെ അവൾ നമ്മളുടെ മകളല്ലാതാവത്തില്ലേ എന്നാണ് ഭാര്യ അച്യുതനോടെ ചോദിക്കുന്നത്. ഇത്രയും പറഞ്ഞ് കരഞ്ഞു തുടങ്ങവേ തന്നെ അവരെ കൂട്ടി അച്യുതൻ വീടിനകത്തേക്ക് പോകുന്നു. ഇപ്പോഴാണ് ഭൂമിയെ തേടി മറ്റൊരു സന്തോഷ വാർത്ത എത്തുന്നത്. ഭൂമിയുടെ അച്ഛൻ്റെ ചികിത്സയ്ക്കായുള്ള പണം അനുവദിച്ചു എന്നുള്ള വാർത്ത തന്നെ. ഭൂമിയെ ഈ വാർത്ത വിളിച്ചറിയിക്കുന്ന സിസ്റ്റർ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഓർഡർ വാങ്ങാനായിട്ട് ഭൂമി അങ്ങോട്ടേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് കേട്ടപാടെ ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് ഭൂമി ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഭൂമി അച്ഛനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ടെൻഷനൊന്നും വേണ്ട, 12 മണിക്ക് മുമ്പ് തന്നെ ഞാനെത്തും, എല്ലാ കാര്യവും റെഡിയാക്കി വെച്ചിട്ട് ഇവിടുന്ന് പോകുന്നതെന്നാണ് ഭൂമി അച്ഛനോട് പറയുന്നത്. അതിൽ ഭൂമി പെട്ടെന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നോക്കിയിരിക്കവേ തന്നെ അച്ഛൻ ഭൂമിയോടായിട്ട് ആവശ്യപ്പെടുന്നു, മോളെ എനിക്കൊരു ഉമ്മ തന്നിട്ട് പോടി. മറുപടിയെ ഭൂമി, തിരക്കുള്ളതുകൊണ്ടല്ലേ അച്ഛാ, തിരിച്ചു വന്നിട്ട് 1000 ഉമ്മ തന്നെ തന്നേക്കാം. ഈ സമയത്ത് സൗഭാഗ്യവരത്താകട്ടെ മുത്തശ്ശി സംഗീതയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീത മുത്തശ്ശിയോടെ ചോദിക്കുന്നുണ്ട്, അമ്മ സാധാരണ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകുന്നതല്ലോ, പക്ഷെ ഇതെന്ത് പറ്റി ഭൂമിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്? മറുപടിയെ മുത്തശ്ശി, അത് ചിലപ്പോൾ ഭൂമി എൻ്റെ കൊച്ചുമകളാണെന്നുള്ള തീരുമാനം കൊണ്ടായിരിക്കാമെന്ന് സംഗീതയോട് പറയുന്നു. സംഗീത മറ്റൊന്നും കൂടി ചോദിക്കുന്നുണ്ട്, ഇനി ഭൂമി കൊച്ചുമകളാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോരുമോ? ഈ സമയത്താകട്ടെ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഭവാനി മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നു. മുത്തശ്ശി ഭവാനിയെ കണ്ടപാട് ചോദിക്കുന്നുണ്ട്, എന്താ ഭവാനി രഹസ്യത്തിലൊരു ഫോൺ വിളി, വല്ല ഗൂഢാലോചന മറ്റോ ആണോ? മറുപടിയെ ഭവാനി, ഞാൻ എൻ്റെ വക്കീലിനെ വിളിച്ചതാമേ, കേസ് ഇതിപ്പോൾ കുറേ ആയില്ല ഇങ്ങനെ നീണ്ടുപോകുന്നു. മുത്തശ്ശി ഭവാനോടെ പറയുന്നുണ്ട്, നമുക്ക് 1 മണിക്ക് മുമ്പായി തന്നെ ഭൂമിയുടെ വീട്ടിലെത്തണം. എന്നാൽ ഇത് കേൾക്കുന്ന ഭവാനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അമ്മ എന്തിനാ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, അവർക്കെന്തോ അടിച്ചു മാറ്റാനൊക്കെ ഉണ്ടെന്നാ ഭവാനി പറയുന്നത്. ഇത് കേൾക്കുന്ന മുത്തശ്ശി സംഗീതയോടെ ചോദിക്കുന്നു, സംഗീതേ മോൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ലെന്നാണ് സംഗീത മറുപടിയും പറയുന്നത്. ഇതിനുള്ള മറുപടി എന്നോണം ഭവാനിയോടായി മുത്തശ്ശി ഇങ്ങനെ പറയുന്നു, ഭവാനി എനിക്ക് ഭൂമിയെ ഭയങ്കര ഇഷ്ടം, അതിനിപ്പോൾ ആരുടെ അനുവാദം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ പോയി അഞ്ജന വരുന്നോ നോക്കാൻ പറഞ്ഞ് ഭവാനി അഞ്ജനയുടെ മുറിയിലേക്ക് മുത്തശ്ശി പറഞ്ഞു വിടുന്നു. ഭവാനിയാകട്ടെ അഞ്ജനയോട് ചെന്ന് ഭൂമിയുടെ വീട്ടിലെ ഫംഗ്ഷന് പോകുന്ന കാര്യം പറയവേ തന്നെ അഞ്ജന വേണ്ടെന്ന് പറയുന്നുണ്ട്. അഞ്ജനയാകട്ടെ മറ്റൊന്നാണ് ഭവാനിയോടെ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ആ ഭൂമി മുത്തശ്ശിയുടെ ആരാ?
അതിനുശേഷം ഒന്നുകൂടി അഞ്ജന പറയുന്നുണ്ട്, അമ്മേ അജി എവിടേക്കാ പോയതെന്നറിയോ? ആ ഭൂമിയുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ താമസിയാതെ അവനെ എനിക്ക് നഷ്ടപ്പെടും. ഇത് കേട്ടപാടെ ഭവാനി അഞ്ജനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അജിയോട് സംസാരിച്ചോളാം, അവനൊന്ന് വരട്ടെ ഇങ്ങോട്ടേക്ക്. എന്തൊക്കെയായാലും ഇന്നത്തെ ഫംഗ്ഷൻ നടക്കാൻ പാടില്ല. അല്പം വൈകാതെ തന്നെ അജയ് സൗഭാഗ്യപുരത്തേക്ക് എത്തുന്നു. അജയെ കണ്ടപാടെ ഭവാനി എനിക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ച് കോൺഫിഡൻഷ്യൽ ആണെന്നാണ് ഭവാനി പറയുന്നത്. എനിക്ക് പിന്നെ അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് മാറി നിൽക്കുന്നു. എനിക്ക് അവളെ ഭയങ്കര പേടിയാണെന്നാണ് ഭവാനി പറയുന്നത്. ആരെ പറ്റിയാണെന്നാണ് അജയ് ചോദിക്കുന്നത്. മറുപടി ഭവാനി അഞ്ജനയെ പറ്റി തന്നെ. അവൾ അല്പം ഷോർട്ട് ടെമ്പേർഡാണ്. നീ ഭൂമിയോട് ഇടപഴകുന്നതാണ് അവളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത്. നീ മേല ഭൂമിയുടെ അടുത്ത് നിന്ന് സംസാരിക്കരുതെന്ന ഭവാനിയുടെ ആവശ്യം. അഞ്ജന വിചാരിച്ചിരിക്കുന്നത് നീയും ഭൂമിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് ഭവാനി അജയോടായി പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് അജയ് ഒന്ന് ഭവാനിയോടെ പറയുന്നുണ്ട്, ഭൂമി എന്നല്ല ആരെയും തന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ നയനയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ആൻറ്റി അതുകൊണ്ട് അഞ്ജനയെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണമെന്നാണ് അജയ് അപേക്ഷിക്കുന്നത്. അജയ് ആകട്ടെ ഭവാനിയുമായി സംസാരിച്ച ശേഷം നയനെ പറ്റിയുള്ള പഴയ ഓർമ്മകളിലേക്ക് വഴുതി വീണ്ടിരിക്കുകയാണ്. എന്നാൽ ഭൂമിയുടെ വീട്ടിലാകട്ടെ അച്യുതനെയും ഭാര്യയും അപായപ്പെടുത്താനായിട്ട് കമാൽ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.